ഡിയേഴ്സ് നമുക്കിന്നൊരു ഫ്രിഡ്ജിൻ്റെ ഡീപ്പ് ക്ലീനിങ് ഇങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്ത് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ക്ലീനിങ്ങിനാണ്, ഫ്രിഡ്ജ് ക്ലീനിങ്ങിനാണേ നാരങ്ങ നീര്. പിന്നെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നാരങ്ങ നീര് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം നാരങ്ങ നീര്, വിനാഗിരി, പിന്നെ കുറച്ച് ലിക്വിഡ് എല്ലാം കൂടെ ഞാൻ ഇതിനകത്ത് ഒഴിച്ച് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ക്ലീനിങ്ങിനുള്ളൊരു ബാറ്ററാണിത്. വിനാഗിരി കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് നമ്മൾ ലിക്വിഡ് ഉണ്ടല്ലോ, സാധാ ഞാൻ എഴുതിയിരിക്കുന്നത് ലെമണിൻ്റെ ലിക്വിഡാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്, ജിഫിൻ്റെ. അത് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക്. പിന്നെ വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് ഈ ബാറ്റർ ഇത് ആദ്യം ഒന്ന് മിക്സാക്കാം. ഈ ലിക്വിഡൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷമാണ് ഞാൻ ഫ്രിഡ്ജ് തുടയ്ക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. ലിക്വിഡൂടെ ഒഴിച്ച് കൊടുത്ത് അത് മിക്സാക്കിയതിന് ശേഷം ഇതാണ് ഞാൻ ക്ലീനിങ്ങിനായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലുള്ള സാധനങ്ങളൊക്കെ ഞാനെല്ലാം പറക്കി മാറ്റിയിരിക്കുകയാണ്. ഫ്രിഡ്ജ് ആദ്യം തന്നെ ഓഫാക്കി ഇടും കേട്ടോ. ഓഫാക്കി കുറച്ച് നേരം ഇട്ടതിന് ശേഷം സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടേ. സൈഡിലെ ട്രേ എല്ലാം ഞാൻ ഇളക്കി മാറ്റിയിട്ടുണ്ട്. മറ്റേ അകത്തിരിക്കുന്നത് ഞാൻ ഇളക്കിയിട്ടില്ല കേട്ടോ. അത് എടുത്താൽ പിന്നെ വെക്കാനായിട്ട് കുറച്ച് പാടായതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടില്ല. സൈഡിലുള്ള ട്രേ എല്ലാം ഞാൻ ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലയൊക്കെ വെച്ച് കേട്ടോ. അതാണ് ഫ്രിഡ്ജ് മൊത്തത്തിൽ കറിവേപ്പിലയുടെ ഒരു ഇത് അടിഭാഗത്ത്. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലീനിങ്ങിനായിട്ട് നമുക്ക് കുറച്ച് റഫായിട്ടുള്ളൊരു സ്പോഞ്ചാണ് കേട്ടോ. ഇത് വെച്ച് തേച്ച് കഴിഞ്ഞാൽ എല്ലാം നന്നായിട്ട് പെട്ടെന്ന് ക്ലീനായിട്ട് കിട്ടും നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ അടിയിലത്തെ ട്രേ ഞാനെടുത്ത് മാറ്റിയിട്ടാണ് തുടയ്ക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ തുടച്ചിട്ട് ശരിയാവാത്തതുകൊണ്ട് ഞാൻ അതെടുത്ത് മാറ്റിയിട്ട് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. അത് കറിവേപ്പിലയുടെയൊക്കെ ആ ഒരിതുള്ളത് കൊണ്ട്. അപ്പോൾ ഞാൻ സൈഡൊക്കെ ഇനി തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഫ്രിഡ്ജിൻ്റെ ഇത് നല്ല ഒരു തുടയ്ക്കാനായിട്ട് നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ്. നമ്മളെ വിനാഗിരിയും ലെമൺ ജ്യൂസും അതിൻ്റെ തന്നെ ലിക്വിഡും ഉണ്ട്. അത് ഞാൻ ശരിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് വെച്ചിട്ടാണ് ഞാനിത് ക്ലീനിങ്ങിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പം ഏകദേശം ഇനി സൈഡൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്താൽ മതി കേട്ടോ. അതെല്ലാം ട്രേക്കെല്ലാം ഞാൻ ഊരി മാറ്റിയിട്ടുണ്ട്. നമ്മൾ വിനാഗിരി നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണല്ലോ. അത് വെച്ചിട്ട് തുടച്ചാൽ നല്ലോണം നമുക്ക് ക്ലീനാക്കി കിട്ടും. അപ്പം ഏകദേശം ഞാൻ സൈഡൊക്കെ എല്ലാം നന്നായിട്ട് ക്ലീനാക്കിയിട്ടുണ്ട്. എല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജ് ഇപ്പം നല്ല സൂപ്പറായിട്ടെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ അകത്തുള്ള ട്രേ ഒക്കെ എല്ലാം നല്ലതായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല സെറ്റായി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രീസർ നോക്കുകയാണെങ്കിൽ ഫ്രീസർ ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഫ്രീസർ സൈഡൊക്കെ എല്ലാം നല്ലോണം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഞാൻ കുറച്ച് സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങളെല്ലാം പുറത്ത് എടുത്ത് വെച്ച സാധനങ്ങളെല്ലാം ഡേറ്റൊക്കെ നോക്കി എല്ലാം കറക്റ്റ് ചെയ്ത് തിരിച്ച് നമുക്കെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണ്ടേ. അതുപോലെ ഞാൻ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം ഞാനെല്ലാം നോക്കിയിട്ടെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഫ്രിഡ്ജിലേക്ക് തിരിച്ച്. ഞാനങ്ങനെ അധികം സാധനങ്ങളൊന്നും ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്നാലും പഴയ സാധനങ്ങൾ ബാക്കി വരുന്നത് അങ്ങനെയൊന്നും അധികം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാറില്ല. കൂടുതലും വെജിറ്റബിളും പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതൽ വെക്കുന്നത്. പിന്നെ മസാല ഐറ്റംസൊക്കെ ഞാൻ വെക്കാറുണ്ട് കേട്ടോ. അത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ പുറത്ത് വെച്ചിരുന്നാൽ അത് പെട്ടെന്ന് എനിക്കിവിടെ കേടാവും. അതുകൊണ്ട് കൂടുതലും ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് വെച്ച് സൂക്ഷിക്കാറുള്ളത്. പിന്നെ ഇനി പുറമേ ഉള്ള ക്ലീനിങ് ആണ് കേട്ടോ. പുറം ഭാഗത്ത് ഉള്ള ക്ലീനിങ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അത് ഞാൻ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ ഫ്രിഡ്ജൊക്കെ നല്ല സൂപ്പറായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. അഴുക്കെല്ലാം പോയിട്ടുണ്ട്. ഞാൻ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മസാല ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. പിന്നെ നമ്മൾ കുറച്ച് അല്ലാത്ത സാധനങ്ങളൊക്കെ എല്ലാം ബാക്കി ആവശ്യമില്ലാത്തതൊക്കെ എല്ലാം എടുത്ത് മാറ്റിയിട്ട് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ
എല്ലാവർക്കും എൻ്റെ ക്ലീനിങ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പോൾ ഞാനെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പാത്രങ്ങൾ ഞാൻ ഫ്രിഡ്ജിനകത്ത് യൂസാക്കാൻ വേണ്ടി മേടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണത്.